ഞാനാണ് എല്ലാം എന്ന ചിന്തയെ വിശുദ്ധ ഖുർആൻ തകർക്കുന്നുണ്ട്. ഞാനാണ് എല്ലാം എന്ന് തോന്നിയാൽ അല്ലേ, മനുഷ്യന്റെ നിസാരമായ സൃഷ്ടിപ്പിന്റെ പ്രാരംഭഘട്ടത്തെ പരിചയപ്പെടുത്തിയത് എന്തിനാ? ഖുർആൻ ഒരു ബയോളജിക്കൽ ടെക്സ്റ്റ് ബുക്ക് അല്ലല്ലോ, ആണോ? ഖുർആൻ ഒരു ശാസ്ത്ര പുസ്തകമല്ല. എന്തിനാ ശാസ്ത്രത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയത്? ഖുർആൻ ഒരു ബയോളജിക്കൽ ടെക്സ്റ്റ് അല്ല, ടെക്സ്റ്റ് ബുക്ക് അല്ല. പിന്നെ എന്തിനാ? നിങ്ങൾ ആലോചിച്ചു, സൂറത്ത് മുഅ്മിനൂനോ അതല്ലെങ്കിൽ സൂറത്തു സജ്ദയെ ഒക്കെ എടുത്ത് പഠിച്ചു നോക്കുമ്പോ അള്ളാഹനെ പരിചയപ്പെടുത്തുമ്പോ ഇങ്ങനെ അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ വമാ ബൈനഹുമാ ഫീ സിത്തത്തി അയ്യാം സുമ്മ ഇസ്തവാ അലൽ അർശ് മാ ലക്കും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ വലാ ശഫീഇ അഫലാ തതദക്കറൂൻ. എന്തിനാ ഈ ആകാശഗോളങ്ങളെയും ഭൂമിയെയും അവക്കിടയിലുള്ളവയെയും സൃഷ്ടിച്ചവെന്ന് പറഞ്ഞത്? അഫലാ തതദക്കറൂൻ ഓർമ്മപ്പെടുത്താനാ. നിങ്ങൾ ബോധമുള്ളവരാകുന്നില്ലേ എന്നറിയാനാ. അല്ലാണ്ട് ആകാശം എത്ര ഉണ്ട്, ഭൂമി എത്ര ഉണ്ട്, ആകാശത്തിനും ഭൂമിക്കിടയിൽ എന്തെല്ലാം സ്പീഷീസ് ഉണ്ട് എന്ന് പരിചയപ്പെടാനല്ല. ഇതിനെയൊക്കെ പല സ്ഥലങ്ങളിൽ ഓരോന്നിനെയും എണ്ണിപ്പറഞ്ഞത് പോലും അതെന്ത് എന്നറിയാൻ മാത്രമല്ല, അതിലപ്പുറം അതിന്റെ പിന്നിൽ ആരെന്നറിയാനാണ്, അവനിൽ തഖ്വയുള്ളവരാകാനാണ്. എന്നിട്ട് അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. ആ സൂറത്ത് സജ്ദ 32-ാം അധ്യായത്തിലെ ആദ്യ 9 ആയത്തുകൾക്കുള്ളിൽ ഒന്ന് വായിച്ചു നോക്കണേ നിങ്ങള്. അവിടെ പറയാണ് അല്ലദീ അഹ്സന കുല്ല ശൈഇൻ ഖലഖഹു വബദഅ ഖൽഖൽ ഇൻസാനി മിൻ തീൻ ثم جعل نسله من سلالة من ماء مهين ثم سواه ونفخ فيه من روحه وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون. എന്തിനാ ഇതൊക്കെ പറഞ്ഞത്? എന്തിനാ ഇതൊക്കെ പറഞ്ഞത്? ഖലീലമ്മ തശ്കുറൂൻ, ശുക്ർ ചെയ്യണ്ടേ നിങ്ങൾ എന്ന് ഓർമ്മപ്പെടുത്താൻ. മാത്രമല്ല, സൃഷ്ടിപ്പ് തെറിച്ചു വീഴുന്ന ഒരു ശുക്ലബിന്ദുവിൽ നിന്ന്, അതിനു മുമ്പ് ആദിമ മനുഷ്യനെ മണ്ണിൽ നിന്ന്, അടുത്ത പരിണാമം ആ മനുഷ്യനിൽ നിന്ന് അതിന്റെ ഇണയെ, അടുത്ത പരിണാമം ആ രണ്ടിണകളുടെ പ്രവർത്തന ഫലങ്ങളാൽ ഉണ്ടാകുന്ന അണ്ടവും ബീജവും യോജിച്ച്, അതല്ലെങ്കിൽ ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് പരമ്പര ഇങ്ങനെ പോവാണ്, മനുഷ്യ പരമ്പര. ഇതെന്തിനാ പറഞ്ഞത്? നിസാരമായ നീ വിനയാന്വിതനാകണം. നിസാരതയെ പരിചയപ്പെടുത്തി അഹങ്കാരത്തെ ഉടക്കുകയാണ്. ഇത് മറന്നുപോയി ഫിർഔൻ. അന റബ്ബുക്കുൽ ആല എന്ന് പറഞ്ഞു. അള്ള പിടികൂടി. നമ്മളെ ഇന്ന് പിടികൂടിയില്ല, പക്ഷേ ഒരു നാൾ നമ്മളും പിടിക്കപ്പെടും. കാര്യങ്ങളെല്ലാം തിരിച്ചു പോകും. യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദ്. ഇന്ന് കാര്യങ്ങൾ മുകളിൽ നിന്ന് ഇങ്ങനെ നിർണയിച്ചുകൊണ്ടിരിക്കുക താഴോട്ട്. ഒരു ദിവസം ഇതെല്ലാം തിരിച്ചു പോകും. യഅറുജു ഇലൈഹി, അല്ലേ? കാര്യങ്ങളെല്ലാം തിരിച്ചു പോകും എന്ന് ഫീ യൗമിൻ കാന മിഖ്ദാറുഹു അൽഫ സനതിൻ മിമ്മാ തഉദ്ദൂൻ ദാലിക ആലിമുൽ ഗൈബി വശഹാദത്തിൽ അസീസുർ റഹീം. സഹോദരങ്ങളെ, ഞാനാണെല്ലാം എന്ന ചിന്തയെ മാറ്റിയിട്ട് എല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് എന്ന ചിന്തയാക്കി മാറ്റുകയാണ് വിശുദ്ധ ഖുർആൻ ചെയ്യുന്നത്. നമ്മുടെ തർബിയ എന്ന് പറഞ്ഞ പദം അതാണ്. തർബിയത്താണ്, വലിയൊരു തർബിയത്താണ് കിട്ടുന്നത്. വലിയൊരു ശിക്ഷണമാണ്, വലിയൊരു വളർത്തലാണ് കിട്ടുന്നത്, വലിയൊരു പരിചരണമാണ് കിട്ടുന്നത്. നമ്മുടെ വിശ്വാസ രംഗത്തെ, നമ്മുടെ സംസ്കാര രംഗത്തെ, സ്വഭാവ രൂപീകരണത്തിലെ, നമ്മുടെ പെരുമാറ്റങ്ങളിലെ എല്ലാ തലങ്ങളിലെയും വലിയ ഒരു തർബിയത്ത് ഈ 15, 16, 17 വർഷമായി നമ്മൾക്ക് ഈ പ്രദേശത്ത് കിട്ടിക്കൊണ്ടിരിക്കുക. അതിന്റെ ഗുണം വലുതാണ്. ഈ 16 വർഷം ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പലർക്കും പറയാം, ഇവിടെയുള്ളവർക്ക് പറയാൻ പറ്റും, ഇവിടെ സ്ഥിരമായി പങ്കെടുക്കാറുള്ളവർക്ക് പറയാൻ പറ്റും,
ഇങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും വർഷക്കാലം വ്യവസ്ഥാപിതമായി ഞാനും എൻ്റെ കുടുംബം ഇവിടെ ഇരിക്കില്ലായിരുന്നല്ലോ. അതിൻ്റെതായ ചില പോരായ്മകൾ എനിക്കുണ്ടാകുമായിരുന്നു, ഉറപ്പല്ലേ? എന്തെല്ലാം മാറ്റങ്ങൾ നമ്മൾ വരുത്തിയിട്ടുണ്ട്, എന്തെല്ലാം തെറ്റിദ്ധാരണകൾ നമുക്ക് തിരുത്താൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലായിടങ്ങളിലും ഇതുപോലൊന്ന് നിലനിൽക്കണം. ലോക വിജയം മാത്രമായിരുന്നു നമ്മുടെ ലക്ഷ്യം. പക്ഷേ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ പ്രീതിയിലേക്കുള്ള യാത്രയായി നമ്മുടെ യാത്രയെ മാറ്റാൻ നമ്മെ പ്രേരിപ്പിച്ചു. അതുകൊണ്ട് ആ വിശ്വാസികളെ പരിചയപ്പെടുത്തിയെടുത്ത് സൂറത്തുൽ ഇൻസാനിലെ 2-ാം പേജിൽ നിങ്ങൾ പരിചയപ്പെട്ടു നോക്കിയാൽ കാണാൻ പറ്റും. ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. ഞങ്ങൾ നിങ്ങൾക്ക് അന്നം നൽകിയത് നിങ്ങളിൽ നിന്ന് തിരിച്ചെന്തെങ്കിലും കിട്ടണം എന്ന നിലക്കല്ല ഇവിടെ, മറിച്ച് ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ. അബൂസായ ഖംതരീറായ ഒരു ദിവസത്തെ ഞങ്ങൾ ഭയപ്പെടുന്നുണ്ട്. അതിനാ ഈ വേദഗ്രന്ഥത്തെ പഠിക്കുന്ന നമ്മളല്ലേ ഇത്രമേൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുമ്പിൽ എന്ന് പലരും എന്തുകൊണ്ടാണ് നമ്മളെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്? ഒന്നുമല്ല, നമ്മളിൽ കുറെ ഉണ്ടായിട്ടാ, നമ്മളിൽ നമുക്ക് വേണ്ടാത്ത കുറെ ഉണ്ടായിട്ടാണോ കൊടുക്കണത്? അല്ല, നമുക്കറിയാം എനിക്കൊരു ദിവസം വരാനുണ്ട്, അതിന് രക്ഷപ്പെടാനാ ഞാൻ കൊടുക്കണത്, നമ്മളൊക്കെ കൊടുക്കണത്. അങ്ങനെ ഒരു ദിവസത്തെ കുറിച്ച് കൃത്യമായ ബോധ്യം നമ്മുടെ മനസ്സിൽ തുളച്ച് കയറിയിട്ടുണ്ടെങ്കിൽ മറ്റൊരാളുടെ വിഹിതം തന്റെ കയ്യിൽ വെക്കില്ല ഒരു ദിവസം പോലും. അതാ സൂറത്തുൽ ഖലമൊക്കെ പഠിച്ചല്ലേ? കലം ഇങ്ങനെ ആദ്യത്തെ പേജ് കഴിഞ്ഞ് 2-ാം പേജിൽ ഏറ്റവും മുകളിൽ തുടങ്ങുന്ന ഒരു ആയത്തുണ്ട്, അവിടെ മുതൽ വായിച്ചാൽ മതി. അത്ര ഞാൻ പറയുന്നു. അവിടെ മുതൽ ഇങ്ങനെ വായിച്ചു. ഒരു ചരിത്രം പറയുന്നു, ഒരു കർഷക കുടുംബത്തിന്റെ ചരിത്രം പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഭയത്തെ മാറ്റുകയാണ് വിശുദ്ധ ഖുർആൻ ചെയ്യുന്നത്. ഏകാന്തതയെ മാറ്റുകയാണ് വിശുദ്ധ ഖുർആൻ ചെയ്യുന്നത്. അള്ളാഹു എന്നോടൊപ്പമുണ്ട് എന്ന് ഒറ്റ മുറിയിൽ ഒറ്റയ്ക്ക് കിടക്കേണ്ടി വന്നാൽ പോലും ചിന്തിക്കാൻ കഴിഞ്ഞാൽ, അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് നൽകാതിരിക്കട്ടെ. എവിടെയെങ്കിലും അകപ്പെട്ടാൽ ഇങ്ങനെ ചിന്തിക്കുവാനുള്ള കരുത്തുറ്റ ഈമാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വിശുദ്ധ ഖുർആനിലെ 50-ാം അധ്യായം ഏതാ? 50-ാം അധ്യായം സൂറത്തുൽ ഖാഫ്. വെരി ഗുഡ്. 50-ാം അധ്യായം 16-ാം സൂക്തം ആശ്വാസദായകമായ മറ്റൊരു വചനമാണ്. നേരത്തെ പറഞ്ഞില്ല നിങ്ങൾ, ആശ്വാസദായകമായ വചന ഹെഡിങ് എഴുതിയ താഴെ എഴുതുന്ന ആയത്തുകളൊന്ന് മറ്റൊരു ആയത്താണത്. ഒരുപാട് ആയത്തുകളുണ്ട്, പലർക്കും പലതുമായിരിക്കും. ഈ 50-ാം അധ്യായം 16-ാം സൂക്തം പറയുന്നത് എന്താ അറിയോ? വലഖദ് ഖലഖനൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. 3 പാർട്ടാണ് ഈ ആയത്തിലുള്ളത്. 3 പാർട്ട്. ഈ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പാർട്ടുകൾ പരസ്പര ബന്ധിതമാണ്, കോറിലേറ്റഡ് ആണ്. വലഖദ് ഖലഖനൽ ഇൻസാൻ, നാമാണല്ലോ മനുഷ്യനെ സൃഷ്ടിച്ചത്. നമ്മൾ അഭിസംബോധന ചെയ്ത് മനുഷ്യ നിന്നെ ഞാനല്ലേ സൃഷ്ടിച്ചത്. അല്ലാഹു പറയാം, വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, അവന്റെ മനസ്സിന്റെ മന്ത്രങ്ങൾ, ആവശ്യങ്ങളെല്ലാം നാം അറിയും. അഥവാ മനുഷ്യ, നിന്നെ സൃഷ്ടിച്ച് എനിക്കറിയാം, നിന്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ അറിയും. എന്തേ വേണ്ടു? വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവന്റെ കണ്ഠനാടിയേക്കാൾ ഞാൻ അവനോട് സമീപസ്ഥനാണ്. അഥവാ നേരെ പറയുമ്പോ നിന്റെ ജീവനാടിയേക്കാൾ നിന്നോട് അടുത്ത ഞാനില്ലേ, എന്നോട് ചോദിച്ച പോരെ. റബ്ബിനോട് ചോദിക്കേണ്ടതിന് പകരം ആത്യന്തികമായ ചോദ്യം ചോദിക്കാതെ നമ്മൾ മറ്റു പലയിടത്തും ചോദിക്കുകയാണ്. മറ്റു പലരോടും വിഷമം പറയാം. തീരണ്ടേ? തീർത്ത് തരേണ്ട ഒരാളോടും കൂടെ പറയണ്ടേ? അല്ലെങ്കിൽ അവിടെ ഒന്ന് പറഞ്ഞിട്ട് വേണ്ടേ വേറെ ആളെ ഷെയർ ചെയ്യാൻ?
ഇന്നെ നോക്കാൻ ആരുമില്ല. ആരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അള്ളാഹിനോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. എല്ലാം അങ്ങനെയാണല്ലോ. നമുക്കെന്തെങ്കിലും ചെയ്തു തരാൻ തീരുമാനിച്ച 10 20 അംഗം ആളുകൾ, ഒരു സംഘം ആളുകള് അവർക്ക് ചെയ്യാൻ പറ്റാതെ അവസാനം പറയാ നമ്മളോട്, നിങ്ങള് വിശ്വാസമുള്ളവരാണെങ്കിൽ നിങ്ങളെ പടച്ചോനോട് പറഞ്ഞോളി. എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മൾ പറയും അത് ഞങ്ങൾ നേരത്തെ ഏൽപ്പിച്ചതാണ്, പക്ഷെ ഇവിടെ ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ അറിയാവുകൊണ്ട് നിങ്ങളെടുത്ത് വന്നാണ്. ഇതാണ് നമ്മൾ ഏൽപ്പിക്കേണ്ടിടത്ത് ഏൽപ്പിക്കണം, പറയേണ്ടിടത്ത് പറയണം, ചോദിക്കേണ്ടിടത്ത് പോയി ചോദിക്കണം. അങ്ങനെയാകുമ്പോൾ മനുഷ്യന്റെ ഭയം, ഏകാന്തത ഇതൊക്കെ മാറ്റാൻ കഴിയുമെന്നാണ് ഒരു പ്രധാനമായ സത്യം. സഹോദരങ്ങളെ, ഒരു മരുന്ന് കഴിക്കേണ്ടത് നമ്മൾ വാങ്ങിയിട്ട് അലമാറയിൽ കൊണ്ടുവച്ചാൽ സുഖം മാറുക ഇല്ല. ഇത് കഴിക്കണം, വേണ്ട രീതിയിൽ കഴിക്കണം. പഥ്യം ഉണ്ടെങ്കിൽ പഥ്യം പാലിക്കണം. വർജിക്കാൻ പറഞ്ഞാൽ വർദ്ധിച്ചാ പോരാ. അങ്ങനെ പലതും ഉണ്ട്. ഇതുപോലെ തന്നെയാണ് വിശുദ്ധ ഖുർആൻ നമ്മുടെ വീട്ടിലുണ്ടായിട്ടും ഹൃദയം സുഖപ്പെടുന്നില്ലെങ്കിൽ അത് അലമാറയിൽ ഇന്നുമുണ്ട് എന്നതാണ് പ്രശ്നം. അത് അലമാരയിൽ നിന്ന് എടുക്കണം. അത് മൊബൈലിൽ ആപ്പിലാക്കി വെച്ചാൽ പോരാ, ആപ്പൊന്ന് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് നമ്മൾ അതിനെ വായിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് കാലം ആരോഗ്യകരമായി ജീവിക്കാൻ, അല്ലെങ്കിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ, അങ്ങനെയാകുമ്പോൾ രക്ഷപ്പെടാൻ കഴിയും എന്ന് സഹോദരങ്ങളെ, ജീവിതത്തിന്റെ വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ എന്നത് 20-ാം അധ്യായം സൂറത്തു ത്വാഹയിലെ 123-ാമത്തെ വചനത്തിൽ പറയുന്നു, ഖാല ഫഹ്ബിതാ മിൻഹാ ജമീഅ ബഅദുകും ലിബഅദിൻ അദുവ്വ് ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ ഫമനിത്തബഅ ഹുദായ ഫലാ യദില്ലു വലാ യശ്ഖാ. ഭൂമിയിലേക്ക് മനുഷ്യനെ പറഞ്ഞേക്കുമ്പോൾ അള്ളാഹ് പറഞ്ഞതാണ്, ഒരു ഹുദ നിങ്ങൾക്ക് വരും. അങ്ങനെ ഫമനിത്തബഅ ഹുദായ, ആ ഹുദയെ ആര് അനുഗമിക്കുന്നുവോ, ഫോളോ ചെയ്യുന്നുവോ, ഫലാ യദില്ലു വലാ യശ്ഖാ, അവന് പിന്നെ യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. വ്യക്തി ജീവിതം, കുടുംബജീവിതം, സാമ്പത്തിക ഇടപാടുകൾ, സാമൂഹിക ജീവിതം, യുവജനങ്ങൾ, വിദ്യാഭ്യാസം, മനുഷ്യബന്ധങ്ങൾ തുടങ്ങിയ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് വെളിച്ചം നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം. വാട്ട് മീൻസ് അഖ്വം? അഖ്വം എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ ചേർത്ത് വെക്കുക. ഇവിടെ ഒരു പദത്തിന് മലയാളത്തിൽ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന പ്രശ്നമുള്ള ഒരു പദാണിത്. ഏറ്റവും നേരായത് നമ്മൾ പറയും, ഏറ്റവും ശരിയാണ്. വാക്ക് അങ്ങനെ മലയാളത്തിൽ പറയാനുള്ളൂ, മലയാളത്തിന്റെ പരിമിതിയാണ്. അപ്പൊ ആ ഒരു വാക്കങ്ങ് പഠിച്ചതിന് ശേഷം പിന്നെ ജീവിതവുമായിട്ട് ഇതിനായിട്ട് ബന്ധപ്പെടുത്തിയാൽ, ഓരോരുത്തരുടെ അനുഭവമായിട്ട് ഇതിനായിട്ട് ബന്ധപ്പെടുത്തിയാൽ യഹ്ദി ലില്ലത്തി ഹിയ അഖ്വം എന്ന പദത്തെ മനസ്സിലാക്കാൻ കഴിയും. അല്ലാതെ ഏതെങ്കിലും ഒരു ഡിക്ഷണറി എടുത്ത് മാത്രം പരിചയപ്പെട്ട് തീരാൻ ഒരിക്കലും സാധ്യമല്ല. വിശുദ്ധ ഖുർആനുമായി എത്രത്തോളം നിങ്ങൾ അടുത്തിടപഴകുന്നുവോ അത്രത്തോളം അത് കൽ ജലീസി സാലിഹ്, ഏറ്റവും ഇന്റിമേറ്റ് ആയ ഒരു ഫ്രണ്ടിനെ പോലെ അതിലേറെ നിങ്ങൾക്ക് അതിന്റെ അജായിബുകളും അസ്റാറുകളും കണ്ടെത്താൻ കഴിയും. ഏറ്റവും സന്തുലിതവും നീതിയുക്തവും ദീർഘകാലം മനുഷ്യന് ഗുണകരവുമായ ജീവിത രീതി എന്ന് വേണമെങ്കിൽ ഒരു സെന്റൻസ് എഴുതി വെച്ചോളി. അഖ്വം എന്നതിന് ഏറ്റവും സന്തുലിതമായ, നീതിയുക്തമായ, ദീർഘകാലം മനുഷ്യന് ഗുണം മാത്രം നൽകുന്ന ഒരവസ്ഥയെ അഖ്വം എന്ന് പറയാം. അവിടെ അങ്ങോട്ട് എഴുതിക്കോളൂ. അതുമായി ബന്ധപ്പെട്ട അതിനെതിരാകാത്ത കാര്യങ്ങളൊക്കെയും ഖുർആൻ നമ്മളോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ. നീ സത്യസന്ധനാണോ? നീ അമാനത്ത് കാത്തു സൂക്ഷിക്കുന്നുണ്ടോ? നിന്റെ നാവ് മറ്റുള്ളവർക്ക് സുരക്ഷിതമാണോ? നിന്റെ കണ്ണുകൾ ഹലാൽ ഹറാം തിരിച്ചറിയുന്നുണ്ടോ? നിന്റെ വരുമാനം ഹലാലാണോ? നിന്റെ വരുമാനം ഹലാലാണോ? ഇത് ഖുർആൻ എന്നും നമ്മളോട് ചോദിക്കുന്നു. അവസാനം ഈ ചോദ്യം കേൾക്കേണ്ടി വരുന്നത്
لا تزول قدم عبد حتى يسأل عن خمس أربع എന്നൊക്കെ പറയുന്ന ഹദീസുകൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. മാലിനെ കുറിച്ച് ചോദിക്കും, എവിടുന്നത് സമ്പാദിച്ചു, എന്തിലത് വിനിയോഗിച്ചു. സഹോദരങ്ങളെ, സഹോദരികളെ, ഒരുപാട് വിദ്യാഭ്യാസമുണ്ട് നമുക്കും നമ്മുടെ മക്കൾക്കും. പക്ഷെ വിദ്യാഭ്യാസമുള്ള പലർക്കും വിവേകമില്ലാതെ പോകുന്നു, തിരിച്ചറിവില്ലാതെ പോകുന്നു. സുഹൃത്തുക്കൾ ഒരുപാടുണ്ട്, യഥാർത്ഥ കൂട്ടുകാർ ഇല്ലാതെ പോകുന്നു. ആശയവിനിമയം വേഗത്തിലാക്കുന്നു, പക്ഷേ ഹൃദയബന്ധം ദുർബലമാകുന്നു. ഇതിന്റെയൊക്കെ കാരണങ്ങളാണ് നമ്മൾ ഇന്നുവരെ പറഞ്ഞത്. ഖുർആനിൽ നിന്ന് അകന്ന ജീവിതത്തിന്റെ വിലയും ഖുർആനിലേക്ക് മടങ്ങി വരേണ്ട ആവശ്യകതയുമാണ് ഇവിടെ നമ്മൾ ഇതുവരെ സൂചിപ്പിച്ചത്. വിശുദ്ധ ഖുർആൻ ഹൃദയ ശാന്തിയാണ്, ഖുർആൻ ഹൃദയങ്ങളുടെ ചികിത്സയാണ്, ഖുർആൻ ജീവിതത്തിന്റെ വഴികാട്ടിയാണ്. ഇങ്ങനെ ഇത്രയും മഹത്തായ മനോഹരമായ ഒരു ഗ്രന്ഥം നമ്മുടെ കൈകളിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ പലപ്പോഴും വരുന്നത് എന്ന ചോദ്യമാണ് നമ്മൾ ചോദിച്ചത്. അതിന്റെ ഉത്തരം ത്വാഹ അധ്യായം 20-ാം അധ്യായം 124 മുതലുള്ള വചനങ്ങളിൽ പറഞ്ഞു. വമൻ അഅറദ അൻ ദിക്രി, എന്റെ ദിക്റിൽ നിന്ന് അകന്നതാരോ അവർക്ക് ബങ്കായ ജീവിതം ഉണ്ടായിരിക്കും എന്ന്. ബങ്കായ ജീവിതം ആയിരിക്കും ഉണ്ടാവും. ബങ്ക് എന്ന് പറഞ്ഞാൽ കുടുസായ പ്രയാസകരമായ അവസ്ഥ. ഞാൻ അവസാനിപ്പിക്കാം. ഞാനും നിങ്ങളും എടുക്കേണ്ട ഒരു തീരുമാനം, ഞാനും നിങ്ങളെന്ന് പറഞ്ഞാൽ പിന്നെ എന്റെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാവരും എന്നുള്ള അർത്ഥത്തിലല്ല, നമ്മളൊക്കെ എടുക്കേണ്ട തീരുമാനം, ഈ ശബ്ദം കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ട തീരുമാനം വ്യത്യസ്തമായിരിക്കാം. ചിലരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കാം. പക്ഷെ അടിവരയിട്ട് എണ്ണമിട്ട് നമ്മുടെ മനസ്സിൽ ചേർത്ത് എഴുതി വെക്കുക ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളും. നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനം, ഒന്ന്, ഞാൻ ദിവസവും ഖുർആൻ വായിക്കും. ഞാൻ ദിവസവും ഖുർആൻ വായിക്കും. ഒന്ന് മനസ്സിലൊന്ന് പറഞ്ഞു നോക്കും, നിങ്ങൾ ഏറ്റു പറയുന്ന പോലെ, ഞാൻ ദിവസവും ഖുർആൻ വായിക്കും. 5 പേജായാലും 1 പേജായാലും സ്ഥിരതയോടുകൂടെ ഞാൻ വായിക്കും. അര പേജായാലും ഒരായത്തായാലും ഞാൻ എന്നും ഖുർആൻ എടുത്തു വെച്ചൊന്ന് വായിക്കും. പാരായണം മാത്രമല്ല ഉദ്ദേശിച്ചത്, അതെന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കും. അതിനെക്കുറിച്ച് ഞാൻ ആഴത്തിൽ ആലോചിക്കും. ഞാൻ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കും. വായന ശബ്ദത്തിൽ മാത്രം ഒതുങ്ങരുത്, സന്ദേശങ്ങളിലേക്ക് എത്താൻ പറ്റുന്നതായിരിക്കണം. മൂന്നാമത്, ഞാൻ ഖുർആനിനെ കുറിച്ച് തദബ്ബുർ നടത്തും, ഉറ്റാലോചന. അഫല യതദബ്ബറൂനൽ ഖുർആന. ഒരായത്ത് ഇന്ന് എന്റെ ജീവിതത്തോട് എന്താണ് ഈ ആയത്ത് പറയുന്നത് എന്ന് ഞാൻ ആലോചിക്കും. ഞാൻ ജീവിതത്തിൽ നടപ്പാക്കും. എൻ്റെ സ്വഭാവത്തിലും എൻ്റെ കുടുംബ ജീവിതത്തിലുമൊക്കെ ഞാൻ നടപ്പാക്കും.